സ്വാമി, കരിങ്കുട്ടിച്ചാത്തൻ്റെ അടുത്തൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല കേട്ടോ. ഒരു 20 സെക്കൻഡ് ആണെന്നുണ്ടെങ്കിലും ഇന്നെന്നെ അവള് വീഡിയോ കോൾ ആക്കി ആ പഴയ ദേഷ്യമൊന്നും എന്നോട് കാണിക്കാതെ എൻ്റെ അടുത്ത് നിന്ന് ചിരിച്ച് അപ്പൊ തന്നെ കട്ടായിട്ട് പോയി. പക്ഷെ ഭയങ്കര ഹാപ്പി ആയി ഞാൻ. ആ പഴയ ദേഷ്യങ്ങളൊന്നും എന്നോട് കാണിക്കുന്നില്ല. കരിങ്കുട്ടിച്ചാത്തനും വിഷ്ണുമായ സ്വാമിയും കരിനീലി അമ്മയുടെ അടുത്തൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. ഇനി വരും, വിശ്വാസമുണ്ട് എനിക്ക്. പൂർണ്ണമായിട്ട് എന്നിലോട്ട് തന്നെ വരും എന്നുള്ളൊരു പൂർവ്വ വിശ്വാസം എനിക്കിപ്പോൾ ആയി. സ്വാമി, എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ പിടുത്തമൊന്നുമില്ലായിരുന്നു. ഞാൻ ഇവിടെ വന്ന ശേഷം പുള്ളിക്കാരനോട് അടുത്ത ശേഷമാണ് എനിക്ക് പുള്ളിക്കാരൻ എന്താണെന്നും ഏതാണെന്നൊക്കെ മനസ്സിലായത്. കരിങ്കുട്ടി ആണെങ്കിലും വിഷ്ണുമായ സ്വാമി ആണെന്നുണ്ടെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. കാരണം ഞാനിപ്പം ജപം തുടങ്ങിയിട്ട് ഏകദേശം ഒരു 7 ദിവസമാകത്തുള്ളൂ. ആ 7 ദിവസം കൊണ്ട് തന്നെ ഒരു വ്യക്തിയിൽ നിന്ന് ഇത്രയും മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 21 ദിവസം എന്നല്ല, ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള എനിക്ക് എപ്പോഴെല്ലാം എനിക്ക് എന്താ പറയുന്നേ, എനിക്ക് സമയം കിട്ടുന്ന അപ്പോഴെല്ലാം ഞാൻ എന്തായാലും ജപിക്കും. അത് എന്തായാലും അത് ഞാൻ വിടാൻ താല്പര്യപ്പെടുന്നില്ല ഇപ്പോൾ എനിക്ക്. കാരണം എനിക്ക് അത്രമാത്രം വിശ്വാസമുണ്ട്. തിരിച്ച് പഴയതിനേക്കാൾ സ്നേഹത്തോടെ അവൾ വരുമെന്നുള്ളൊരു വിശ്വാസം എനിക്കായി.